നമുക്ക് പുതിയ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പൊ ഇന്നത്തെ വിഷയം കേരള നവോത്ഥാനം അല്ലേ. ഒന്നാമത്തെ ചോദ്യം പറയാം. സർവ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരാ? ചട്ടമ്പി സ്വാമികളാണ്. എന്നാ ജനിച്ചതെന്നറിയോ? 1853 ഓഗസ്റ്റ് 25. 1853 ഓഗസ്റ്റ് 25-നാണ് ജനിച്ചത്. എവിടെയാണ് ജന്മസ്ഥലം? കണ്ണമ്മൂല. കണ്ണമ്മൂലയിലെ കൊല്ലൂരാണ് കേട്ടോ. ഏത് ജില്ല? തിരുവനന്തപുരം ജില്ല. അത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്താണ് ജനിച്ചത്. വീട്ടുപേര് പറയാൻ പറ്റും? ഉള്ളൂർക്കോട്ട് വീട്. എന്താണ്? ഉള്ളൂർക്കോട്ട് വീട്. യഥാർത്ഥ നാമം എന്തായിരുന്നു? അല്ല, അയ്യപ്പൻ എന്നായിരുന്നു കേട്ടോ. യഥാർത്ഥ പേരെന്തായിരുന്നു? അയ്യപ്പൻ എന്നായിരുന്നു കേട്ടോ. ആദ്യം കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്നതാണ് കുഞ്ഞംപിള്ള. കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത് കുഞ്ഞംപിള്ള. എന്നാ യഥാർത്ഥ പേരെന്തായിരുന്നു? അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കന്മാരെ പറയണം കേട്ടോ. അറിയാമോ? തൈക്കാട് അയ്യ. ആരാണ്? തൈക്കാട് അയ്യ. പേട്ടയിൽ രാമൻപിള്ള ആശാനുണ്ട്. ആരാണ്? പേട്ടയിൽ രാമൻപിള്ള ആശാൻ. പിന്നെ സുബ്ബജട പാടികൾ. ആരാണ്? സുബ്ബജട പാടികൾ. അപ്പൊ ഗുരുക്കൾ ആരൊക്കെയാണ്? തൈക്കാട് അയ്യ, പേട്ടയിൽ രാമൻപിള്ള ആശാൻ, സുബ്ബജട പാടികൾ. ഓക്കെ, വീട്ടുപേരെന്താ പറഞ്ഞേ? ഉള്ളൂർക്കോട്ട്. എവിടെയാ ജനിച്ചത്? കണ്ണമ്മൂല, കൊല്ലൂർ. ഏത് ജില്ലയിലാ? തിരുവനന്തപുരം. എന്നാ ജനിച്ചത്? 1853 ഓഗസ്റ്റ് 25-നാണ് ജനിച്ചത്. ഓക്കെ. ഇനി കുട്ടിക്കാലത്ത് എന്ത് പേരായിരുന്നു? കുഞ്ഞൻപിള്ള എന്നായിരുന്നു പേര്. ഇനി വേദ ഉപനിഷത്തുകളും സംസ്കൃതത്തിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരായിരുന്നു? നേരത്തെ സുബ്ബജട പാടികളായിരുന്നു. വേദ ഉപനിഷത്തുകളിലും സംസ്കൃതത്തിലും യോഗവിദ്യയിലൊക്കെ ആരായിരുന്നു ഗുരു? സുബ്ബജട പാടികൾ അല്ലെ. ചട്ടമ്പി സ്വാമികളെ സന്യാസി വൃത്തി സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിച്ച വ്യക്തിയും ആരായിരുന്നു? സുബ്ബജട പാടികൾ ആയിരുന്നു. ഇനി ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം. ഏതാണ്? വടിവീശ്വരം. എപ്പോഴും എവിടെയാണ്? ഏത് സംസ്ഥാനത്ത്? തമിഴ്നാട്ടിലാണ് കേട്ടോ. ഇനി സന്യാസി ജീവിതം നയിച്ചു അല്ലേ. സന്യാസ ജീവിതം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടിരുന്ന പേര് ഷൺമുഖദാസൻ. എന്തെന്നറിയപ്പെട്ടിരുന്നു? ഷൺമുഖദാസൻ അല്ലേ. ഇനി കുറെ അനാചാരങ്ങൾക്കെതിരെ പ്രതികരിച്ച വ്യക്തിയാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. ഏതൊക്കെയാന്ന് വെച്ചാൽ അയിത്തം, താലികെട്ട് കല്യാണം, തിരണ്ടുകുളി. ഏതാണ്? തിരണ്ടുകുളി കേട്ടോ. ഏതൊക്കെയാണ്? അയിത്തം, താലികെട്ട് കല്യാണം, തിരണ്ടുകുളി. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പറയാം. ചട്ടമ്പി സ്വാമികൾ പരിഷ്കരണം നടത്തിയിരുന്ന സമുദായം നായർ സമുദായം. ആലോചിക്കാനൊന്നുമില്ല കേട്ടോ. പരിഷ്കരണം നടത്തിയിരുന്ന സമുദായം ഏതാണ്? നായർ സമുദായം. നോക്കിയോ, ഹിന്ദു മതത്തിൽ നിന്ന് ഒരുപാട് പേര് ആ സമയത്ത് ക്രിസ്തു മതത്തിൽ 1800 കാലഘട്ടത്തിൽ കേട്ടോ ഒരുപാട് പേര് മതപരിവർത്തനം നടത്തിയിരുന്നു. ഇതിനെ എതിർത്തിരുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ. വേറൊരു പ്രത്യേകത പറയാം. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ക്ലർക്കായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി ആരായിരുന്നു? ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ. ചട്ടമ്പി സ്വാമികൾ എവിടെയാണ് മരിച്ചത്? മരണപ്പെട്ട സ്ഥലം പന്മന. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അല്ലെ. ഇനി പന്മനയില് സമാധി സ്ഥലത്തിനടുത്ത് ശിഷ്യന്മാർ ഒരു ക്ഷേത്രം പണിതു. ബാലഭട്ടാരക ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ പേരെന്താണ്? ബാലഭട്ടാരക ക്ഷേത്രം. അപ്പൊ സമാധി സ്ഥലം എവിടെയാണ്? പന്മന. ഏതാണ്? പന്മന. അപ്പൊ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഏതാണ്? ബാലഭട്ടാരക ക്ഷേത്രം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയണം, ശ്രദ്ധിച്ചോളാം. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടി 1882. എവിടെ വെച്ച്? അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച്. എവിടെയാണ്? അണിയൂർ ക്ഷേത്രം. ഇതെവിടെയാണ്? ചെമ്പഴന്തിക്കടുത്താണ് കേട്ടോ. ചെമ്പഴന്തിക്കടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ആരെ കണ്ടുമുട്ടിയത്? ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത്. ഓക്കെയാണ്. ഇനി ചട്ടമ്പി സ്വാമികളുടെ ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു ഒരു കൃതി രചിച്ചിട്ടുണ്ട്, നവമഞ്ചരി. ഇതാണ് നവമഞ്ചരി. അപ്പൊ നവമഞ്ചരി ശ്രീനാരായണ ഗുരു ആർക്ക് വേണ്ടി എഴുതിയതാണെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടിയാണ്. ചട്ടമ്പി സ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും ഹഠയോഗ വിദ്യ പഠിപ്പിച്ച വ്യക്തിയായിരുന്നു തൈക്കാട് അയ്യാണ്. മറന്നുപോലെ കേട്ടോ. ചട്ടമ്പി സ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും ഹഠയോഗ വിദ്യകൾ പഠിപ്പിച്ചായിരുന്നു വെച്ചാൽ തൈക്കാട് അയ്യ. നമ്മള് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ വർഷം പറഞ്ഞു അല്ലേ? 1882. ഇനി 10 വർഷം കഴിഞ്ഞു. അപ്പൊ എത്രയായി? 1892. അപ്പൊ സ്വാമി വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടി. ആരൊക്കെയാണ്? സ്വാമി വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളും കണ്ടുമുട്ടി. ഏത് വർഷം? 1892. അപ്പൊ വിവേകാനന്ദൻ കേരളത്തിലേക്ക് വന്നു. ഓക്കെ. ആര് ക്ഷണിച്ചിട്ടാ വന്നതെന്നറിയോ?
പൽപ്പു. ഡോക്ടർ പൽപ്പു ക്ഷണിച്ചിട്ടാണ് വന്നത്. ഈഴവരുടെ രാഷ്ട്രീയ ഗുരു എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഓക്കെ, അങ്ങനെ വിവേകാനന്ദൻ എവിടെ വന്നു? കേരളത്തിൽ വന്നു. ഏത് വർഷം? 1892. അപ്പൊ ആരെ കണ്ടുമുട്ടി? ചട്ടമ്പി സ്വാമി അല്ലെ. വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. മലബാറിൽ യഥാർത്ഥ മനുഷ്യനെ കണ്ടു. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. വിവേകാനന്ദ ആരെ കുറിച്ച് പറഞ്ഞാണ്? ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞാണ്. തിരിച്ച് ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞു. എന്തെന്ന് പറയാമോ? അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്. ഈ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞാണ്. ആരെ കുറിച്ച് പറഞ്ഞു? വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഇനി സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യത്തെ പറ്റി വിവരിച്ചു കൊടുത്ത വ്യക്തിയാരെന്ന് വെച്ചാൽ ചട്ടമ്പി സ്വാമികളാണ് അല്ലെ. അപ്പൊ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും കണ്ടുമുട്ടിയത് 1882. 1882 എവിടെ വെച്ച്? അണിയൂര് വെച്ച്. ചെമ്പഴന്തിക്കടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച്. ഇനി ചട്ടമ്പി സ്വാമികളും വിവേകാനന്ദനും കണ്ടുമുട്ടിയത് 1892. 1892. ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്. വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ചട്ടമ്പി സ്വാമികൾ പരിഷ്കരണം നടത്തിയിരുന്ന സമുദായം ചോദിച്ച നായർ സമുദായം. ഇനി ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങളുണ്ട്. നമ്മൾ സ്ഥിരം കേൾക്കണം. സർവവിദ്യാധിരാജൻ. എന്താണ്? സർവവിദ്യാധിരാജൻ. ബാലഭട്ടാരകൻ. എന്താണ്? ബാലഭട്ടാരകൻ. കാഷായം ധരിക്കാത്ത സന്യാസി. കാഷായം ധരിക്കാത്ത സന്യാസി. കേരളത്തിലെ മഹാനായ പണ്ഡിത സന്യാസി. ഇത് ഓർത്ത് വെച്ചോളാം കേട്ടോ. കേരളത്തിലെ മഹാനായ പണ്ഡിത സന്യാസി. അപ്പൊ 4 വിശേഷണങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? സർവ വിദ്യാധിരാജൻ, ബാല ഭട്ടാരകൻ, കാഷായം അല്ലെങ്കിൽ കാവി ധരിക്കാത്ത സന്യാസി, കേരളത്തിലെ മഹാനായ പണ്ഡിത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നു. ഓക്കെ, ചട്ടമ്പി സ്വാമികളെ ജനിച്ചെന്നാ പറഞ്ഞേ? ഓഗസ്റ്റ് 25. ഏത് വർഷം? പറഞ്ഞോ? 1853. 1853 ഓഗസ്റ്റ് 25 ജനിച്ചത്. ഈ ഓഗസ്റ്റ് 25 എന്തായിട്ട് ആചരിക്കുന്നു? ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. കേരള സർക്കാരാണ് കേട്ടോ. എന്തായിട്ട് ആചരിക്കുന്നു? ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. ക്ലിയർ ആണോ? ഇനി ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ഒരു കവിത ഉണ്ട്. മരിച്ചതാണ്. അപ്പൊ സമാധി കേട്ടോ. സമാധി സപ്തകം. എന്താണ്? സമാധി സപ്തകം. ആരെ കുറിച്ച് എഴുതി? ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് ആരെഴുതി? പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയാണ്. പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, നമുക്ക് പഠിക്കാം. പണ്ഡിറ്റ് കറുപ്പ എഴുതിയതാണ് സമാധി സപ്തകം. ആരെ കുറിച്ച് എഴുതി? ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തെ കുറിച്ച് എഴുതി. ഇനി കുറച്ച് കൃതികൾ പറയട്ടാ. ഇനി വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും എല്ലാ ഹിന്ദുക്കൾക്കും വേദം പഠിക്കാം എന്നും പറയുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. വേറൊരു പ്രത്യേകത ഉണ്ട്. ശൂദ്രന്മാർക്കും വേദം പഠിക്കാം എന്ന് ചട്ടമ്പി സ്വാമികൾ അഭിപ്രായപ്പെടുന്ന കൃതിയാണ് ഏത്? വേദാധികാര നിരൂപണം. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? വേദം പഠിക്കാം. ആർക്കൊക്കെ? എല്ലാ ഹിന്ദുക്കൾക്കും പഠിക്കാം. ബ്രാഹ്മണർക്ക് മാത്രമല്ല എല്ലാ ഹിന്ദുക്കൾക്കും പഠിക്കാം. ഏത് കൃതിയിലാണ് പറഞ്ഞിട്ടുള്ളത്? വേദാധികാര. ഈ ശൂദ്രന്മാർക്കും വേദം പഠിക്കാന്ന് പരാമർശിച്ചിട്ടുള്ള ചട്ടമ്പി സ്വാമികളുടെ കൃതി വെച്ചാൽ വേദാധികാര നിരൂപണം. ഇനി വിവേകാനന്ദൻ ഈ കൃതിയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ആര് പറഞ്ഞു? വിവേകാനന്ദൻ. ഏത് കൃതിയെ കുറിച്ച് പറഞ്ഞു? വേദാധികാര നിരൂപണത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി എഴുതിയ കൃതി നവമഞ്ചരി. ഏതാണ്? നവമഞ്ചരി. ഓക്കെ, നമുക്ക് പണ്ടൊരു വിശ്വാസമുണ്ട് അല്ലെ? പഴശുരാമൻ മഴയെറിഞ്ഞാണ് ഏത്? കേരളത്തെ ഉണ്ടാക്കി. അത് ബ്രാഹ്മണർക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്നാണ് പണ്ട് കാലത്ത് പറയപ്പെട്ടത്. അതിനെ കണ്ണിച്ചുകൊണ്ട് കേട്ടെ, അതിനെ കണ്ണിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. ഓക്കെ, ആ ഒരു വിശ്വാസത്തെ കണ്ണിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമി എഴുതിയ കൃതിയാണ് പ്രാചീന മലയാളം. ഇനി ബ്രഹ്മാനന്ദ ശിവയോയുടെ ഒരു കൃതിയുണ്ട്, മോക്ഷപ്രദീപം. മറക്കല്ലേ കേട്ടോ. മോക്ഷപ്രദീപം എഴുതിയത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. അതിനെ കണ്ണിച്ചുകൊണ്ട് എഴുതിയതാണ് മോക്ഷപ്രദീപ കണ്ണനം. ആരെഴുതിയെന്ന് വെച്ചാൽ ചട്ടമ്പി സ്വാമി. അപ്പൊ മോക്ഷപ്രദീപം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗി, മോക്ഷപ്രദീപ കണ്ണനം എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ഇനി കുറെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, കുറെ
ഹിന്ദു മതത്തിൽ നിന്നും കുറേ പേര് ഏതിലോട്ട് പോയി? ക്രിസ്തു മതത്തിലോട്ട് പോയി അല്ലേ. ഇതിനെ എതിർത്തുകൊണ്ട് ചട്ടമ്പി സ്വാമി രചിച്ച കൃതിയാണ് ക്രിസ്തുമത ഛേദനം. ഏതാണ്? ക്രിസ്തുമത ഛേദനം. ക്രിസ്തുമതത്തെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമി എഴുതിയ കൃതി എന്ന് വെച്ചാലും ക്രിസ്തുമത ഛേദനം. ഇനി മനുഷ്യരുടെ ആദ്യത്തെ ഭാഷ, മനുഷ്യരുടെ ആദ്യമേ മുതലുള്ള ഭാഷ തമിഴാണെന്ന് പരാമർശിക്കുന്ന ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് ആദിഭാഷ. അപ്പോൾ എല്ലാ പേരും അതിന് അർത്ഥവത്തായ വാക്കുകളും നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ആദ്യ ഭാഷ തമിഴാണെന്ന് പ്രതിപാദിക്കുന്ന കൃതിയാണ് ആദിഭാഷ. ക്രിസ്തുമതത്തെ വിമർശിച്ചുകൊണ്ട് എഴുതിയത് ക്രിസ്തുമത ഛേദന. അപ്പോൾ മോക്ഷപ്രദീപം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗി. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് മോക്ഷപ്രദീപ ഖണ്ഡനം എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. ഓക്കെ. ഈ പരശുരാമ മഴിയെറിഞ്ഞത് കേരളത്തിലെ എല്ലാവർക്കും വേണ്ടിയാണെന്നുള്ള പുരാവൃത്തം പ്രാചീന മലയാളമാണ് അല്ലെ. വിവേകാനന്ദ അഭിപ്രായപ്പെട്ടു തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തതുമായി. ഏത് കൃതിയെ കുറിച്ച്? വേദാധികാര നിരൂപണം. അതിൽ 2 കാര്യങ്ങളൂടെ പറയുന്നു. എല്ലാ ഹിന്ദുക്കൾക്കും വേദം പഠിക്കാം, പിന്നെ ശൂദ്രന്മാർക്കും വേദം പഠിക്കാനുള്ള അവകാശമുണ്ടെന്ന് വിശേഷിപ്പിച്ച അല്ലെങ്കിൽ പരാമർശിച്ച ചട്ടമ്പി സ്വാമിയുടെ കൃതി എന്ന് വെച്ചാൽ വേദാധികാര നിരൂപണം. ഒരു കാര്യം കേട്ടോ, പട്ടിസദ്യ നടത്തിയത് ചട്ടമ്പി സ്വാമികൾ. ഓർത്ത് വെച്ചോ കേട്ടോ. പട്ടിസദ്യ നടത്തിയത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. കുറച്ച് കൃതികൾ പറഞ്ഞല്ലോ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം. ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനി ക്രിസ്തുമത സാരമുണ്ട് കേട്ടോ. ക്രിസ്തുമത സാരം, അദ്വൈത പഞ്ചരം കേട്ടിട്ടുള്ളതാണ്. അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത പഞ്ചരമുണ്ട്, അദ്വൈത ചിന്താ പദ്ധതി. അപ്പൊ ആദ്യ ഭാഷയുണ്ട്, ക്രിസ്തുമത ഛേദനമുണ്ട്, ക്രിസ്തുമത സാരമുണ്ട്, അദ്വൈത പഞ്ചരമുണ്ട്, അദ്വൈത ചിന്താ പദ്ധതിയും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കേണോ? ഓക്കേണോ? അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ വിശേഷണം ഏതൊക്കെയെന്ന് പറയാമോ? സർവവിദ്യാധിരാജൻ, കഷായം കേട്ടോ, കാഷായം ധരിക്കാത്ത സന്യാസി, കേരളത്തിലെ മഹാനായ പണ്ഡിത സന്യാസി, ബാലഭട്ടാരകൻ. അതാണ് ബാലഭട്ടാരകൻ. ഓക്കേണോ? ഇനി അടുത്തൊരു ആളിലോട്ട് പോവുകയാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ജനിച്ച വർഷമൊന്നും വേണ്ട, എവിടെ ജനിച്ചു എന്ന് പഠിക്കണം. ചിറയൻകീഴ്. വക്കം എന്ന് പറയുമ്പോൾ വക്കത്ത് തന്നെയാണ് കേട്ടോ. ചിറയൻകീഴുള്ള വക്കം ഏത് ജില്ലയിലായിരിക്കും? തിരുവനന്തപുരം ജില്ലയിലായിരിക്കും. വീട്ടുപേരും പഠിക്കണം. പൂന്ത്രാൻ വിളാകം വീട്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വീട്ടുപേരാണ് പൂന്ത്രാൻ വിളാകം വീട്. ഓക്കെ. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടോ, മുസ്ലിം എന്ന പേരിൽ മാസിക പ്രസിദ്ധീകരിച്ചത് വക്കം അബ്ദുൽ ഖാദർ. ഒരുവിധം മുസ്ലിമുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമൊക്കെ വരികയാണെങ്കിൽ ആര്? 95% ആരായിരിക്കും? വക്കം അബ്ദുൽ ഖാദർ. പിന്നെ 1-2 ചോദ്യങ്ങൾ ആരും മക്തി തങ്ങൾ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. മക്തി തങ്ങൾ കേട്ടോ. അതിപ്പം പരീക്ഷയ്ക്കൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പണ്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മക്തി തങ്ങൾ. ആ ഒരാളെയും കൂടെ നമുക്ക് പഠിക്കാമല്ലോ. അപ്പോൾ ഒരുവിധപ്പെട്ട 90% ചോദ്യത്തിന്റെ ഉത്തരം ആരായിരിക്കും? വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരിക്കും. ഓക്കെ, ശരി. ഇനി അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത് അതും വക്കം അബ്ദുൽ ഖാദർ. നേരത്തെ ഒരു ഇത് പറഞ്ഞല്ലോ മുസ്ലിം അല്ലേ, പിന്നെ ഇതാ പറഞ്ഞേ അൽ ഇസ്ലാം. ഓക്കെ. ഇനി 2 സംഘടനകൾ അറിയാം. ഒന്ന് മുസ്ലിം ഐക്യ സംഘം. എന്താണ് മുസ്ലിം ഐക്യ സംഘം? അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. എന്താണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ? അപ്പൊ എല്ലാ പേരിലും ഒരു എന്ത് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം ഉണ്ട് അല്ലേ. 3 മുസ്ലിമുള്ള 2 സംഘടനകൾ, മുസ്ലിമുള്ള സംഘടനയും പറഞ്ഞു, പിന്നെ ഒരു എന്ത് പറഞ്ഞു? മുസ്ലിം എന്ന മാസിക പറഞ്ഞു, അൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു മാസികം പറഞ്ഞു. അത് അറബി മലയാളത്തിൽ എഴുതിയാണ് കേട്ടോ. അറബി മലയാളത്തിൽ തയ്യാറാക്കിയാണ് അൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഓക്കെയാണോ ഇത്രയും കാര്യങ്ങൾ? ശരി. ഇനി ഒരു പത്രത്തെ കുറിച്ച് പറയണം. പത്രത്തിന്റെ പേരാണ് സ്വദേശാഭിമാനി. സ്ഥാപിച്ചതാരെന്ന് വെച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി. പുതിയ കുട്ടികൾക്ക് തിരിഞ്ഞു പോകുന്ന കാര്യമാണ്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചാൽ ആര് എഴുതും? രാമകൃഷ്ണ പിള്ള എഴുതും കേട്ടോ. അങ്ങനെ എഴുതല്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. എന്നാണ് സ്ഥാപിച്ചതെന്ന് പഠിക്കണം. 1905 1905 ജനുവരി 19. 1905 ജനുവരി 19. എവിടെയാണ് ആരംഭിച്ചത്? അഞ്ചുതെങ്ങിലാണ് ആരംഭിച്ചത്. എവിടെ ആരംഭിച്ചു? അഞ്ചുതെങ്ങ്. പിന്നീട് എങ്ങോട്ട് മാറ്റി? തിരുവനന്തപുരത്തോട്ട് മാറ്റി. അത് 2 വർഷം കഴിഞ്ഞപ്പോൾ കേട്ടോ. 1905 ജനുവരി 19 അഞ്ചുതെങ്ങിൽ ആരംഭിച്ചു. 1907 പ്രസിദ്ധീകരണം എങ്ങോട്ട് മാറ്റി? തിരുവനന്തപുരത്ത് മാറ്റി. ഓക്കെ. ഇനി അതിന്റെ ആദ്യ പത്രാധിപർ
തിരിഞ്ഞു പോലെ CP ഗോവിന്ദപിള്ളയാണ്. ആദ്യ പത്രാധിപരെ ചോദിച്ചാൽ CP ഗോവിന്ദപിള്ള. ഓക്കെ, തൊട്ടടുത്ത വർഷം 905 സ്ഥാപിച്ചു. 906 ആര് വരുന്ന? രാമകൃഷ്ണപിള്ള വരുന്നത്. അതിനുശേഷമാണ് എന്തെന്നറിയപ്പെടുന്നത്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഇങ്ങനെ സ്വദേശാഭിമാനി എന്ന പദവി ചാർത്തി കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ മലേഷ്യൻ മലയാളികൾ. ആരാണ്? മലേഷ്യൻ മലയാളി. അതായത് രാമകൃഷ്ണ പിള്ളയ്ക്ക് സ്വദേശാഭിമാനി എന്ന ബിരുദം ചാർത്തി കൊടുത്തത് മലേഷ്യൻ മലയാളികളാണ്. ഓക്കെ, ഒരു പത്രത്തിന്റെ ആപ്തവാക്യമാണ് പറയണം. ഫയ കൗടില്യ ലോഭങ്ങൾ വളർത്തുകില്ലൊരു നാടിനെ. എന്താണ്? ഫയ കൗടില്യ ലോഭങ്ങൾ വളർത്തുകില്ലൊരു നാടിനെ. ഏത് പത്രത്തിന്റെ ആപ്തവാക്യം എന്ന് വെച്ചാൽ സ്വദേശാഭിമാനി പത്രത്തിന്റെ ആപ്തവാക്യമാണ്. ഇനി ഈ പത്രത്തിലൂടെ രാമകൃഷ്ണപിള്ള നിരന്തരമായി തിരുവിതാംകൂറിലെ ദിവാനെയും തിരുവിതാംകൂർ രാജഭരണത്തെയൊക്കെ എതിർത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഈ പത്രം നിരോധിക്കും, കണ്ടുകെട്ടും. ഏത് വർഷമാണ്? 1910 സെപ്റ്റംബർ 26. ഓക്കെ, ഏത് വർഷമാണ്? 1910 സെപ്റ്റംബർ 26. സെപ്റ്റംബർ 26 കണ്ടുകെട്ടിയതിനു ശേഷം ആരെ നാട് കടത്തും? പത്രാധിപരായിരുന്ന രാമകൃഷ്ണപിള്ളയെ നാട് കടത്തും. ഓക്കേണോ? ഇനി ഈ പത്രം കണ്ടുകെട്ടി കേട്ടാ. പിന്നെ പത്രം തുടരുന്നില്ലേ എന്നൊക്കെ സഹപ്രവർത്തകരൊക്കെ ചോദിച്ചു. അപ്പം ഈ നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞൊരു വാക്കാണ്, എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിയും. അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, എന്തിന് അച്ചും അച്ചുകൂടവും. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലോ എന്ന് പറഞ്ഞ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി ഒന്നുകൂടെ പഠിക്കണം. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. എന്താണ്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. അതായത് SNDPയുടെ മാതൃകയിൽ വക്കം മൗലവി ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഏതിന്റെ മാതൃകയിൽ? SNDPയുടെ മാതൃകയിൽ. ആരാരംഭിച്ചു? വക്കം അബ്ദുൽ ഖാദർ. സംഘടനയുടെ പേരെന്താണ്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഓക്കെ, വക്കം മൗലവിയെ കുറിച്ച് പറയുമ്പോൾ ആരെ പറയാതിരിക്കാൻ പറ്റൂല? രാമകൃഷ്ണപിള്ള പറയാൻ പറ്റൂല. അല്ലെ, കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അപ്പൊ സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ള. ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ച ഒരു കൃതിയുണ്ട് പത്രപ്രവർത്തനത്തെ കുറിച്ച്. അറിയാം, വൃത്താന്ത പത്രപ്രവർത്തനം. ഏതാണ്? വൃത്താന്ത പത്രപ്രവർത്തനം. രചിച്ചതാരാ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഇതാണ് കേരള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നു. ഇതെന്നറിയപ്പെടുന്നു കേരള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ. ഏത് കൃതിയാ? വൃത്താന്ത പത്രപ്രവർത്തനം. ആരെഴുതി? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഓക്കേണോ? ഇനി സ്വദേശാഭിമാനി കൃഷ്ണപിള്ളയെ നാട് കടത്തി എന്ന് പറഞ്ഞല്ലേ, 1910 കേട്ടോ. 1910 ഡേറ്റ് പറയാമോ? സെപ്റ്റംബർ 26. എവിടേക്ക് നാട് കടത്തി? തിരുനെൽവേലിയിലോട്ടാണ് നാട് കടത്തിയത് അല്ലേ. അപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീമൂലം തിരുനാളിന്റെ കാലത്തായിരുന്നു. ശ്രീമൂലം തിരുനാൾ. അപ്പൊ തിരുവിതാംകൂറിൽ രാമകൃഷ്ണപിള്ള വിമർശിച്ചിരുന്ന ഒരു ദിവാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ നാട് കടത്തുന്ന സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരെന്ന് വെച്ചാൽ P. രാജഗോപാലാചാരി. ആരാണ്? P. രാജഗോപാലാചാരി. നമ്മൾ വേറൊരു C. രാജഗോപാലാചാരിയാണ് ഇപ്പൊ, അത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പഠിക്കും. ഇതാരാണ്? P. രാജഗോപാലാചാരി. എവിടുത്തെ ദിവാനായിരുന്നു? തിരുവിതാംകൂറിൽ ദിവാനായിരുന്നു. ആ സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നു വെച്ചാൽ ശ്രീമൂലം തിരുനാൾ. ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥ എന്റെ നാടുകടത്തൽ. എന്റെ നാട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരറിയാമോ? കല്യാണിക്കുട്ടിയമ്മ. എന്താണ്? കല്യാണിക്കുട്ടിയമ്മ. ആ കല്യാണിക്കുട്ടിയമ്മയ്ക്ക് ഒരു കൃതിയുണ്ട്, വേഴവട്ട സ്മരണകൾ. എന്താണ്? വേഴവട്ട സ്മരണകൾ. വേഴവട്ട സ്മരണകൾ എന്ന് വെച്ചാൽ, വേഴവട്ടം എന്ന് വെച്ചാൽ എത്ര? 12 വർഷമാണ് കേട്ടോ. സ്വദേശാഭിമാനിയുടെ ഭാര്യ സ്വദേശാഭിമാനിയോടൊപ്പം എത്ര വർഷം ജീവിച്ചു? 12 വർഷം ജീവിച്ചിട്ടുണ്ട്. അതിന്റെ ഓർമ്മയ്ക്കാണ് അവർ ഏത് എഴുതിയ? വേഴവട്ട സ്മരണകൾ. അപ്പൊ എന്നാ നാട് കടത്തിയത്? നാട് കടത്തിയ സ്വദേശാഭിമാനിയെ 1910 സെപ്റ്റംബർ 20. എവിടത്തേക്ക് നാട് കടത്തി? തിരുനെൽവേലി. തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? P. രാജഗോപാല. തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാള് ആയിരുന്നു. ഓക്കെ. ഈ രാമകൃഷ്ണപിള്ള അന്തരിച്ചത് 1916 കേട്ടോ. 1916 മാർച്ച് 28. 1916 മാർച്ച് 28. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം എവിടെ സ്ഥിതി ചെയ്യുന്നു? പയ്യാമ്പലം ബീച്ചിലാണ്. ഓക്കെ. നമ്മളെ തിരുവനന്തപുരത്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ
എന്തുണ്ട്? പ്രതിമ ഉണ്ട്. എവിടെ? പാളയത്താണ് സ്ഥിതി ചെയ്യുന്നത്. പാളയത്താണ്. ആരാ അത് ഉദ്ഘാടനം ചെയ്ത്? അല്ല, അത് അയ്യങ്കാളിയുടെ പ്രതിമയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പ്രതിമ അനാച്ഛാദനം ചെയ്ത രാജേന്ദ്ര പ്രസാദാണ്. അപ്പോഴത്തെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദാണ് കേട്ടോ, രാജേന്ദ്ര പ്രസാദ്. ഇനി തിരുവിതാംകൂർ ഭരണത്തിനെ വിമർശിച്ചുകൊണ്ട് രാമകൃഷ്ണപിള്ള എഴുതിയ കൃതിയുണ്ട്. തിരുവിതാംകൂറിലെ ഫ്രം ദ ഹെൽ, നരകത്തിൽ നിന്ന്. ഫ്രം ദ ഹെൽ എന്ന് വെച്ചാൽ നരകത്തിൽ നിന്ന്. തിരുവിതാംകൂർ ദുർഭരണത്തെ വിമർശിച്ചുകൊണ്ട് രാമകൃഷ്ണപിള്ള എഴുതിയ കൃതിയാണ് നരകത്തിൽ നിന്ന്. ഓക്കെ. ഇനി കുറച്ചുപേര് ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ഒന്ന് ഗാന്ധിജിയുടെ കേട്ടോ, ഗാന്ധിജിയുടെ. കാറൽ മാക്സിന്റെ ജീവിതചരിത്രം മലയാളത്തിൽ ആദ്യമായിട്ട് എഴുതുന്നതായിരുന്നു വെച്ചാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അപ്പോൾ കാറൽ മാക്സിന്റെ എഴുതിയിട്ടുണ്ട്, ഗാന്ധിജിയുടെ എഴുതിയിട്ടുണ്ട്, സോക്രട്ടീസിന്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ആരെയൊക്കെയാണ്? കാറൽ മാക്സ്, ഗാന്ധിജി, സോക്രട്ടീസ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. നേരത്തെ ഒരു കൃതി പറഞ്ഞല്ലോ, സ്വദേശാഭിമാനി തിരുവിതാംകൂറിന് നരകത്തിൽ നിന്ന്. തിരുവിതാംകൂറിന്റെ ഭരണത്തെ വിമർശിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന്. പിന്നെ ഒരു ഡൽഹി ദർബാർ, ബ്രിട്ടൻ രാജാവ് ഇന്ത്യ സന്ദർശിച്ച ഡൽഹിയിൽ ഒരു ദർബാർ വിരുന്ന് സംഘടിപ്പിച്ച അതിനെക്കുറിച്ച് എഴുതിയാണ് ഡൽഹി ദർബാർ. ആരെഴുതി? രാമകൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ ആത്മകഥ ഒരു വേഴവട്ട സ്മരണകൾ എഴുതിയത്, വൃത്താന്ത പത്രപ്രവർത്തനം എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണൻ. അത് പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നു അല്ലേ. പത്രപ്രവർത്തനത്തെ കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ കൃതി ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? ഈ വൃത്താന്ത പത്രപ്രവർത്തനം എന്നറിയപ്പെടുന്നു. ഓക്കെ. അടുത്തൊരാളിലോട്ട് പോവാം. ആരാണെന്ന് പറയാം. ആളിക്കത്തിയ തീപ്പൊരി, അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നതും അയ്യങ്കാളി. ഇങ്ങനെ അറിയപ്പെടും. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നതും അയ്യങ്കാളി. ഓക്കെ. ജനിച്ച വർഷം പഠിക്കണം. ഓഗസ്റ്റിലാണ് 28. ഓഗസ്റ്റ് 28, 1863 ഓഗസ്റ്റ് 28. എവിടെ ജനിച്ചു? ഏത് ജില്ല? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് എവിടെയാ? വെങ്ങാനൂര് എവിടെയാ? പെരിങ്കാറ്റുവിള. എന്താണ്? പെരിങ്കാറ്റുവിള. തിരുവനന്തപുരം വെങ്ങാനൂരിലെ പെരിങ്കാറ്റുവിള എന്ന സ്ഥലത്താണ്. വീട്ടുപേര് നമുക്കറിയാം, പ്ലാവത്തറ വീട്. ഇത് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, കൂടില്ല വീട്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കൂടില്ല വീട് സ്വദേശാഭിമാനി. പ്ലാവത്തറ വീട് പൂന്ത്രാൻ വിളാകം വീട് വക്കം അബ്ദുൽ ഖാദർ. ഏതാണ്? പൂന്ത്രാൻ വിളാകം. ചട്ടമ്പി സ്വാമികൾക്ക് പറഞ്ഞ വീട്ടുപേര് പറഞ്ഞ ഓർമ്മ ഉണ്ടോ നോക്ക്? ഉള്ളൂർക്കോട്ട് ഭവനം. ഏതാണ്? അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ വീട്ടുപേരാണ് ഉള്ളൂർക്കോട്ട് ഭവന. വക്കം അബ്ദുൽ ഖാദറിന്റെ വീട്ടുപേരാണ് പൂന്ത്രാൻ വിളാകം വീട്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആണ് കൂടില്ല വീട്. നല്ല പേരല്ലേ, കൂടില്ല വീട്. നമ്മൾ ഇനി വീടൊക്കെ വെക്കുമ്പോൾ വേണം ഇടാൻ കേട്ടോ. അദ്ദേഹം അത്ര ധീരനായിരുന്നു. കൂടില്ല വീട് എന്നിടാം. അപ്പൊ അയ്യങ്കാളിയുടെ വീട്ടുപേരാണ് പ്ലാവത്തറ വീട്. ബാല്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് കാളി എന്നാണ്. കാളി. അയ്യങ്കാളി ബാലകാലത്ത് അറിയപ്പെടുന്നത് കാളി. അന്തരിച്ച വർഷം കൂടെ ഇപ്പം പറയാം. ഏത് വർഷം? 1941 ജൂൺ 18 കേട്ടോ. 1941 ജൂൺ 18 ഓക്കെ. അയ്യങ്കാളി ഏത് സമുദായത്തിലാണ് ജനിച്ചത്? അറിയായിരിക്കുമല്ലോ. പുലയ സമുദായത്തിലാണ് ജനിച്ചത്. ഓക്കെ. നമ്മൾ പിന്നെ വില്ലുവണ്ടി യാത്ര നടത്തിയത് നമുക്കറിയാന്നുള്ളതാണ്. അയ്യങ്കാളിയാണ് അല്ലെ. ഏത് വർഷം ഒന്നുകൂടെ 1893. എവിടെ നിന്ന് എവിടേക്ക്? വെങ്ങാനൂരിൽ നിന്നും തിരുവനന്തപുരം വരെ. എവിടെയാണ്? വെങ്ങാനൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക്. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയായിരുന്നു വെച്ചാൽ അയ്യങ്കാളി. എങ്ങനെ പറയാം? കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം എന്ന് പറയുന്നത് അയ്യങ്കാളി നടത്തിയത് ആണ്. ഓക്കെ. അപ്പൊ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതും അയ്യങ്കാളി. എന്താണ് പേര്? സാധുജന പരിപാലന സംഘം. ഏത് വർഷമോ? 1907 എന്ത് സ്ഥാപിച്ചത്? സാധുജന പരിപാലന സംഘം. ഇതിന്റെ മുഖപത്രം എളുപ്പമാണ്, സാധുജന പരിപാലിനി. ഏതാണ്? സാധുജന പരിപാലിനി എന്നാ പഠിച്ചോ. ഇതിന്റെ ആദ്യത്തെ എഡിറ്റർ നല്ല പേരാണ് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. അങ്ങനെ തന്നെ പറഞ്ഞുകൂടി, ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. ഓക്കെ. എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞു നോക്കെ? ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ.
ചെമ്പന്തറ, കാളിച്ചോതി, കറുപ്പനാണ് കേട്ടോ. ഒരു പ്രാവശ്യം കേട്ടാ ആ പേര് മറക്കൂല. അപ്പൊ ഏതിന്റെ എഡിറ്റർ ആയിരുന്നു? സാധുജന പരിപാലിനി. ഓക്കെ. ഇനി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതനാണ് ആര്? അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതനായിരുന്നു വെച്ചാൽ അയ്യങ്കാളി. ഓക്കെ. പിന്നോക്ക വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? അയ്യങ്കാളി. നിയമനിർമ്മാണ സഭ എന്ന് വെച്ചാൽ അന്നത്തെ എന്ത്? ശ്രീമൂലം പ്രജാസഭ കേട്ടോ, തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ. അപ്പൊ അതിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തി ആരാണ്? അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിലേക്ക് എന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു? 1912 വർഷം ഏതാണ്? 1912. ഓക്കെ. എത്ര വർഷം? ഏകദേശം 28 വർഷം ശ്രീമൂലം പ്രജാസഭയില് അംഗമായിരുന്നു. എത്ര വർഷം? 28 വർഷം. ഓക്കെ. ഇനി ചട്ടമ്പി സ്വാമികളെ പറഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം പറഞ്ഞു. 1982. 10 വർഷം കഴിഞ്ഞപ്പോൾ ചട്ടമ്പി സ്വാമികളും വിവേകാനന്ദനും കണ്ടുമുട്ടി. ഇനി ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത് 1912. അപ്പൊ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1912. അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1912. എവിടെ വെച്ച്? ബാലരാമപുരം. എവിടെ വെച്ചാണ്? ബാലരാമപുരം. ഓക്കെ. പുലയ മഹാസഭ സ്ഥാപിച്ചത് അയ്യങ്കാളി. പുലയ മഹാസഭ സ്ഥാപിച്ചത് അയ്യങ്കാളി. ഇവിടെ ശ്രദ്ധിക്കേണ്ട, കൊച്ചി പുലയ മഹാസഭ എന്ന് കേൾക്കും കേട്ടോ. കൊച്ചി വരുമ്പോ ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. കൊച്ചി പുലയ മഹാസഭ ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. നമ്മളിവിടെ പറയുന്നത് എന്താണ്? പുലയ മഹാസഭ ആര് സ്ഥാപിച്ചു? അയ്യങ്കാളി. വർഷം കൂടെ പഠിക്കാം. 1913 കേട്ടോ. ഇനി പേരിനാട് ലഹള എന്ന് കേട്ടിട്ടുണ്ടോ? പേരിനാട് ഇവിടെ കൊല്ലത്ത് പെരിനാട് വെച്ചാണ് ഈ ലഹള നടന്നത്. അതിന് വേറൊരു പേരുണ്ട്, കല്ലുമാല സമരം. അത് വേറെയാണ് കേട്ടോ. കല്ലുമാല സമരം അല്ലെങ്കിൽ പേരിനാട് ലഹള 1915. കല്ലുമാല സമരം അല്ലെങ്കിൽ പേരിനാട് ലഹള 1915. ഇനി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഊരുട്ടമ്പലത്ത് ഒരു ലഹള നടന്നു. എവിടെയാണ്? ഊരുട്ടമ്പലം. ഇതാണ് ഏതെന്നറിയപ്പെടുന്നത്? 90-ാം ആണ്ട്. കാരണം മലയാള വർഷം നോക്കുമ്പോൾ 1990 ഏത് നടന്നത്? ഈ ഊരുട്ടമ്പലം ലഹള നടന്നത്. അപ്പൊ ഈ 90-ാം ആണ്ട് ലഹളയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഊരുട്ടമ്പലം ലഹള എന്ന് പറയുന്നത്. ഓക്കെ. അത് ഏത് വർഷമാണ്? 1915. 1915. അപ്പൊ കല്ലുമാല സമരത്തിന്റെ വേറൊരു പേരാണ് പേരിനാട് ലഹള. വർഷം 1915. നമ്മൾ പേരിനാട് ഏജൻസീസ് ഒക്കെ കേട്ടിട്ടില്ലേ? പേരിനാട് മാർബിള്, കല്ലുകൾ വിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. കല്ലുകൾ വിൽക്കുന്ന. അപ്പൊ ആ കല്ല് കണക്ട് ചെയ്ത് പഠിക്കുക. കല്ലുമാല പേരിനാട്. കല്ലിനാട് അല്ലെങ്കിൽ കല്ലിലല്ലേ നമ്മൾ പേരെഴുതണം? കല്ലിൽ കൊത്തിയല്ലേ പേരെഴുതണം. അപ്പൊ അത് തിരിഞ്ഞു പോലെ കല്ലുമാല പേരിനാട്. അത് ഓർത്ത് വെച്ചിരുന്നു. ഞാൻ പഠിച്ചിരുന്നപ്പോ ഞാൻ അങ്ങനെയായിരുന്നു ഓർത്ത് വെച്ചിരുന്നത് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. തിരിഞ്ഞു പോകാതെ. ഞാൻ അയ്യങ്കാളി ഊരുട്ടമ്പലം ലഹള നടന്നതാണ് 15. അതും 15 തന്നെയാണ്. വേറെ പേരാണ് 90-ാം ആണ്ട് ലഹള. ഓക്കെ. ഇനി അപ്പൊ നേരത്തെ പറഞ്ഞു അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരു എന്ന് കണ്ടുമുട്ടി 1912. ഓക്കെ. ഇനി ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പൊ ഗാന്ധിജി എന്തായാലും കേരളത്തിൽ വന്നപ്പോഴാണ്. ഗാന്ധിജിയുടെ അവസാന വരവിലാണ് കണ്ടത്. 1937 ആരൊക്കെ കണ്ടുമുട്ടിയ? അയ്യങ്കാളിയും ഗാന്ധിജി. ഇതിനെ ഗാന്ധിജി കേരളത്തിൽ അവസാനമായിട്ട് വന്നപ്പോൾ ഗാന്ധിജി ആ യാത്രയെ ഒന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവസാന യാത്രയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഒരു തീർത്ഥാടനം എന്നാണ് കേട്ടോ. ഗാന്ധിജി ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ച യാത്രയാണ് 37 ഗാന്ധിജിയുടെ കേരളത്തിലേക്കുള്ള അവസാന യാത്ര. ഓക്കെ. അപ്പൊ പുലയരുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. ഇങ്ങനെ ആരാ വിശേഷിപ്പിച്ചത്? ഗാന്ധിജി. പുലയരുടെ രാജാവ് എന്ന് ഗാന്ധിജി ആരെ വിശേഷിപ്പിച്ച്? അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചു. അപ്പൊ സാധുജന പരിപാലന സംഘം ഏത് വർഷം സ്ഥാപിച്ചു? 1907. ഇത് പിന്നീട് എന്തായി മാറ്റി? പുലയ മഹാസഭയായി മാറി. ഈ സാധുജന പരിപാലന സംഘമാണ് എന്തായി മാറിയത്? പുലയ മഹാസഭ. വർഷം 1938. ഏത് വർഷമാണ്? 1938. അപ്പൊ 1907 സ്ഥാപിച്ച സാധുജന പരിപാലന സംഘം 1938 ആയപ്പോൾ എന്തായി മാറി? പുലയ മഹാസഭ ആയി മാറി. അയ്യങ്കാളി മരണപ്പെട്ടു അല്ലേ? എന്നാ പറഞ്ഞേ? 41 ജൂൺ 18. ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം. ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം കേട്ടോ. അയ്യങ്കാളിയുടെ പ്രതിമ ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. 1980 കേട്ടോ. അയ്യങ്കാളി സ്ക്വയർ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. പ്രതിമ തിരുവനന്തപുരത്ത് കവടിയാർ സ്ക്വയറിലാണ് അനാച്ഛാദനം ചെയ്തത്. ആരാ അനാച്ഛാദനം ചെയ്തത്? ഇന്ദിരാഗാന്ധി. ആരാണ്? ഇന്ദിരാഗാന്ധി. ആ പ്രതിമയുടെ ശില്പിയുണ്ട്
ഇസ്ര ഡേവിഡ്. അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ആരാണ്? ഇസ്ര ഡേവിഡ്. ഈ സമയത്താണ് അയ്യങ്കാളിയെ ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത് എന്തെന്ന്? ഇന്ത്യയുടെ മഹാനായ പുത്രൻ. ഇന്ദിരാഗാന്ധി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് എന്താണ്? ഇന്ത്യയുടെ മഹാനായ പുത്രൻ. ഓക്കെ. അപ്പൊ ആളിക്കത്തിയ തീപ്പരി എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. അധസ്ഥതയുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. ഇങ്ങനെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി. ആരാ വിശേഷിപ്പിച്ച്? പുലയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ഗാന്ധിജി അയ്യങ്കാളിയും കണ്ടുമുട്ടിയത് 1937. അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1912. ഓക്കെ. ഇനി അയ്യങ്കാളി ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ടിട്ടുണ്ട് 2002. അത് 12 കേട്ടോ, ഓഗസ്റ്റ് 12. 2002 ഓഗസ്റ്റ് 12. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയില്ലേ, അതിന്റെ നഗരത്തില് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമുണ്ട്. അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ഏത് വർഷം എന്ന് വെച്ചാൽ 2010 കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടേ. അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ഏത് വർഷം എന്ന് ചോദിച്ചിട്ടുണ്ട്. 2010. ഓക്കെ. അപ്പോൾ ഒരു കാര്യം കൂടെ, ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു. അയ്യങ്കാളി. പുലയ ശിവൻ എന്ന് പറയുമ്പോൾ അയ്യങ്കാളി. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഞാൻ പ്രതിഷ്ഠിക്കുന്നത് ഈഴവ ശിവനെയാണ്. ഞാൻ പ്രതിഷ്ഠിക്കുന്നത് ഈഴവ ശിവനെ. അതാര് പറഞ്ഞു? ശ്രീനാരായണ. ഇവിടെ ഞാനിത് പുലയ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ അയ്യങ്കാളിയാണ്. ഓക്കെയാണോ അത്രയും കാര്യങ്ങൾ? അപ്പൊ ആരെയൊക്കെ പഠിച്ചു? 3 പേരെ പഠിച്ചു. ചട്ടമ്പി സ്വാമികൾ പഠിച്ചു, ഒക്കെ അബ്ദുൽ ഖാദർ മകനെ, സുദേശാമാനി രാമകൃഷ്ണനെ പഠിച്ചു, അയ്യങ്കാളിയെ പഠിച്ചു. ഓക്കെയാണോ? അല്ല, ഒരാളൂടെ പറയാം. വിശേഷണം പറയട്ടാ? പറയാം. ചാച്ചാജിയോ? സാക്ഷരത. അമ്പലങ്ങളിൽ ആരാധനയ്ക്ക് പകരം അനാചാരങ്ങളാണ് വാഴുന്നതെങ്കിൽ തീ കൊടുക്കുക തന്നെയാണ്. ആര് പറഞ്ഞ? VT ഭട്ടതിരിപ്പാട്. ആര് പറഞ്ഞാണ്? VT ഭട്ടതിരിപ്പാട് അല്ലേ. ആ രാത്രി മുഴുവൻ ഞാൻ എൻ്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചു, വിജ്ഞാനം നേടിയേ തീരൂ. ആര് പറഞ്ഞതാ? VT. അന്ന് എഴുതണ്ട കേട്ടാ, ചോദിക്കൊന്നുമില്ല. VTയുടെ ആത്മകഥ ഏതാ? കണ്ണീരും കിനാവും. VTയുടെ ആത്മകഥ ഏതാണ്? കണ്ണീരും കിനാവും. ഇനി ശ്രദ്ധിച്ചോ, ഈ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചാണ് VTയുടെ ജനനം എന്നാണ്. ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? VT ജനിച്ചതെന്ന് 1896 മാർച്ച് മാസം 26 തീയതിയാണ്. 1896 മാർച്ച് മാസം 26 തീയതി ജനിച്ച നവോത്ഥാന നായകനായിരുന്നായിരുന്നു ചോദ്യം. ആരാണ്? VT ഭട്ടതിരിപ്പാട്. എവിടെയാ ജനിച്ചത്? പൊന്നാനി താലൂക്കിലാണ് കേട്ടോ. പൊന്നാനി താലൂക്കില് തൃത്താലയിലെ മേടത്തൂർ ഗ്രാമത്തിന്റെ പേരെന്താണ്? മേടത്തൂർ ഗ്രാമം. അന്ന് ഇത് മലപ്പുറം ജില്ലയിലാണ്. ഇപ്പം തൃത്താല പാലക്കാട് ജില്ലയിലാണ്. അന്ന് ഏത് ജില്ലയുടെ ഭാഗമാണ്? മലപ്പുറം. തൃത്താല കേട്ടോ. ഇന്ന് ഏത് ജില്ലയുടെ ഭാഗം? പാലക്കാട് ജില്ലയിലാണ്. അപ്പം മേഴത്തൂർ ഗ്രാമത്തിലാണ് ജനിച്ചത്. VTയുടെ ഫുൾ നെയിം പറയാമോ? അയ്യോ, തെക്കേപ്പാട്. വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. എന്താണ്? വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. പിന്നെ ഞാൻ ഒരു ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ട്, VT ആദ്യമായി വായിച്ച വാക്ക് മാൻമാർക്ക് കൂടാ. ഏതാണ്? മാൻമാർക്ക് കൂടാ. അതായത് VTക്ക് അക്ഷര അഭ്യാസം ഇല്ലേ അല്ലേ, അക്ഷരങ്ങളൊന്നും അറിഞ്ഞുകൊടുക്കുക. പിന്നീടാണ് ഈ ആത്മകഥയിൽ പറഞ്ഞില്ലേ, ആ രാത്രി മുഴുവൻ ഞാൻ എൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു, വിജ്ഞാനം നേടിയതില്ല. അങ്ങനെ പഠിക്കാൻ പോയി. അങ്ങനെ പഠിച്ചിട്ട് ആദ്യം വായിച്ച വാക്കാണ് മാൻമാർക്ക് കൂടാ. മാൻമാർക്ക് കൂടാ. ഒന്ന് എഴുതണ്ട, ഞാൻ ഓർമ്മിക്കാൻ വേണ്ടി. അപ്പൊ യോഗക്ഷേമ സഭ സ്ഥാപിച്ചതാണ് അത് VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാട്. എന്ന് 1908 ജനുവരി 31 കേട്ടോ. 1908 ജനുവരി 31. എവിടെയാണ് സ്ഥാപിച്ചത്? ആലുവ. എവിടെയാണ് സ്ഥാപിച്ച? ആലുവ. യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് പറയാം, ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. ഓക്കെ.
ഈ യോഗക്ഷേമ സഭയുടെയാണ് മംഗളോദയവും യോഗക്ഷേമം മാസികകളാണ് കേട്ടോ. ഏതൊക്കെ ഉണ്ടായിരുന്നു? മംഗളോദയം ഉണ്ടായിരുന്നു, യോഗക്ഷേമം. ഇനി VT ആരംഭിച്ച സംഘടന ഏതെന്ന് പറഞ്ഞു? യോഗക്ഷേമ സഭ. അതിൻ്റെ യുവജന വിഭാഗമുണ്ട് കേട്ടോ. അതാണ് ഏതാ? നമ്പൂതിരി യുവജന സംഘം. ഏതാണ്? നമ്പൂതിരി യുവജന സംഘം. അതിൻ്റെ മുഖപത്രമാണ് ഏത്? ഉണ്ണി നമ്പൂതിരി. അതിൻ്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി. ഓക്കെ. ഇനി ബ്രാഹ്മണ സമുദായത്തിലെ മിശ്ര വിവാഹത്തെയും വിധവ പുനർവിവാഹത്തെയും ആര് പ്രോത്സാഹിപ്പിച്ചിരുന്നു? VT ഭട്ടതിരിപ്പാട്. ഏതിനെയൊക്കെയാണ്? ബ്രാഹ്മണ സമുദായത്തിലെ മിശ്ര വിവാഹത്തെയും വിധവ പുനർവിവാഹത്തെയും ആര് പ്രോത്സാഹിപ്പിച്ചിരുന്നു? VT ഭട്ടതിരിപ്പാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇനി ശ്രദ്ധിച്ചോ, 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന KPCC സമ്മേളനത്തിലും 21 തന്നെ അഹമ്മദാബാദ് ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലും പങ്കെടുത്ത നവോത്ഥാന നായകനാണ് ആര്? VT ഭട്ടതിരിപ്പാട്. അപ്പോൾ 1921 വർഷം. എവിടെയാണ്? ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന KPCC സമ്മേളനം. അല്ല, അഹമ്മദാബാദിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലും അത് ആര് പങ്കെടുത്തു? VT ഭട്ടതിരിപ്പാട് പങ്കെടുത്തു. VTയുടെ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഓക്കെ. ഏത് വർഷം? 1929. 1929 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ച വർഷം 1929. എവിടെ അത് അവതരിപ്പിച്ചു? ഇടക്കുന്നിയാണ്. സ്ഥലം തൃശ്ശൂരാണ് കേട്ടോ. ഇടക്കുന്നി തൃശ്ശൂരാണ്. ഓക്കെ. അപ്പോൾ ഇനി കുറച്ച് പ്രസിദ്ധീകരണങ്ങൾ പറയാം. ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം, പാശുപതം, ഉദ്ബുദ്ധ കേരളം. ഇതൊക്കെയാണ് ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം, പാശുപതം, ഉദ്ബുദ്ധ കേരളം. ഒന്നുകൂടെ പറ. ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം, പാശുപതം, ഉദ്ബുദ്ധ കേരളം. ഇതിൻ്റെയൊക്കെ പത്രാധിപരായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണ് ആര്? VT ഭട്ടതിരിപ്പാട്. അപ്പം നമ്പൂതിരി സമുദായത്തിലെ ഏതൊക്കെയാ? മിശ്ര വിവാഹത്തെയും വിധവ പുനർവിവാഹത്തെയും പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിയാണ് ആര്? VT ഭട്ടതിരിപ്പാട്. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന വിവാദ പ്രസ്താവന നടത്തിയായിരുന്നു വെച്ചാൽ ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം. അതോടൊപ്പമാണ് അമ്പലങ്ങളിൽ ആരാധനയ്ക്ക് പകരം അനാചാരങ്ങളാണ് വേണ്ടുന്നതെങ്കിൽ തീ കൊളുത്തുക തന്നെ ചെയ്യണമെന്ന് പറയുന്നതും VT ഭട്ടതിരിപ്പാടാണ്. ഓക്കെ. VTയുടെ ആത്മകഥ കണ്ണീരിങ്ങിനോ. ആദ്യ നാടകം ഈ ആത്മകഥയ്ക്ക് ഏതാണ്? കണ്ണീരും കിനാവും. 1972 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അപ്പോൾ ആത്മകഥയായ കണ്ണീരും കിനാവിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം 1972. ഓക്കെ. ഇനി മിശ്ര വിവാഹ പ്രചരണത്തിനായി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചു. അപ്പോൾ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ച ആരെന്ന് വെച്ചാൽ VT ഭട്ടതിരിപ്പാട്. എന്തിനു വേണ്ടിയാണ്? മിശ്ര വിവാഹ പ്രചരണത്തിന്. ഇനി എവിടെ നിന്ന് എവിടേക്ക്? കാഞ്ഞങ്ങാട് നിന്നും ചെമ്പഴന്തി വരെ. കാഞ്ഞങ്ങാട് എവിടെ ആയിരിക്കും? കാസർഗോഡ്. ചെമ്പഴന്തി എവിടെ ആയിരിക്കും? തിരുവനന്തപുരം. അപ്പൊ കാഞ്ഞങ്ങാട് നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചു. എന്തിനു വേണ്ടി? മിശ്ര വിവാഹ പ്രചരണത്തിനായി. നയിച്ചതാരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഓക്കെ. ഇനി സംഘടനകൾ പറയാം. അന്തർജന സമാജവും ബഹുമത സമാജവും. എന്തൊക്കെയാണ്? അന്തർജന സമാജം, അതായത് സ്ത്രീ വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് ഏത് സ്ഥാപിച്ച? അന്തർജന സമാജം. പിന്നെ ആരാണ്? ബഹുമത സമാജം സ്ഥാപിച്ചതാരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇനി പറയാനുള്ളത് യാചനായാത്രയെ കുറിച്ചാണ്. VT യാചനായാത്ര എന്നറിയാലോ? 1931 ഏപ്രിൽ 26. 1931 ഏപ്രിൽ 26. എവിടെ നിന്ന് എവിടെ? തൃശ്ശൂരിൽ നിന്നും ചന്ദ്രഗിരിപ്പുഴ വരെ. ചന്ദ്രഗിരിപ്പുഴ കാസർഗോഡാണ് അല്ലേ? കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. യാചനായാത്ര എവിടെ നിന്ന് എവിടെ വരെ? തൃശ്ശൂരിൽ നിന്നും ചന്ദ്രഗിരിപ്പുഴ. എത്ര ദിവസങ്ങളിലായിട്ടാണ്? 7 ദിവസം. യാചനായാത്ര എത്ര ദിവസം ഉണ്ടായിരുന്നു? യാചനായാത്ര. നമ്മൾ വേറൊരു യാത്ര പറഞ്ഞല്ലോ, സാമൂഹിക പരിഷ്കരണ ജാഥ. അതെന്തിനു വേണ്ടിയാണ്? മിശ്ര വിവാഹ പ്രചരണത്തിനായി. എവിടെ നിന്ന് എവിടേക്ക്? കാഞ്ഞങ്ങാട് നിന്നും ചെമ്പഴന്തി വരെ. ഇതേതാണ്? യാചനായാത്ര അല്ലെ? ഏറ്റവും പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഏതാണ്? യാചനായാത്ര. അപ്പൊ ഡേറ്റ് പറഞ്ഞേ. 1931 ഏപ്രിൽ 26. എവിടെ നിന്ന് എവിടെ ആയിരിക്കും? തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ. എത്ര ദിവസം നീണ്ടിരുന്നു? 7 ദിവസം. അപ്പൊ VTയുടെ ആത്മകഥയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഏത് വർഷം? 1972 കേട്ടോ. 1972.
1921 2 സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. ഒറ്റപ്പാലത്തെ KPCC സമ്മേളനത്തിലും അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിലും VT പങ്കെടുത്തിരുന്നു. ഓക്കെ, അപ്പൊ യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാട്. ഏത് വർഷം? 1908 ജനുവരി 31. എവിടെ സ്ഥാപിച്ചു? ആലുവ. എവിടെയാണ്? ആലുവ. ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. യോഗക്ഷേമ സഭയുടെ പ്രസിദ്ധീകരണങ്ങളാണ് മംഗളോദയവും യോഗക്ഷേമവും. ഇതിന്റെ പോഷക സംഘടനയാണ് ഏത്? നമ്പൂതിരി യുവജന സംഘം. ഇതിന്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി. VTയുടെ ആദ്യ നാടകം പറഞ്ഞ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഉണ്ണി നമ്പൂതിരിയിലാണ് കേട്ടോ. ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഉണ്ണി നമ്പൂതിരിയാണ്. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ VT ഭട്ടതിരിപ്പാടം നമ്മൾ പഠിച്ചു. അടുത്ത ആളെ പറയാം. വിശേഷണം കേട്ടോ. കേരള സാക്ഷരതയുടെ പിതാവ് ചാവറ കുര്യാക്കോസ്. ഒരു വിശേഷണം കൂടെ പറയാം. കാലത്തിന് മുന്നേ നടന്ന നവോത്ഥാന നായകൻ. എന്തൊക്കെ വിശേഷണങ്ങൾ? കേരള സാക്ഷരതയുടെ പിതാവ്, കാലത്തിന് മുന്നേ നടന്ന നവോത്ഥാന നായകൻ. ജനിച്ചതെന്ന് പറയൂ? 1805 ഫെബ്രുവരി 10. 1805 ഫെബ്രുവരി 10. എവിടെയാണ്? ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്. അറിയാലോ? കുട്ടനാടിലെ കൈനഗരി എന്ന സ്ഥലം അറിയാലോ? കൈനഗരിയിലാണ് ജനിച്ചത്. 1805 ഫെബ്രുവരി മാസം 10-ാം തീയതി ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയിലാണ് ജനിച്ചത്. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. കാലത്തിന് മുന്നേ നടന്ന നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നു. ഓക്കെ, പിന്നെ ചാവറയച്ചൻ സ്ഥാപിച്ച സന്യാസി സംഘമാണ് CMI. എന്താണ് CMI? കാർമലറ്റ് മേരി ഇമ്മാക്കുലേറ്റ്. CMIന്റെ ഫുൾ നെയിം എന്താണ്? കാർമലറ്റ് മേരി ഇമ്മാക്കുലേറ്റ്. ഇനി വനിതകൾക്ക് വേണ്ടി ഒരു സംഘടന സ്ഥാപിച്ചു, CMC. എന്താണ്? CMC. അതിന്റെ ഫുൾ നെയിം എന്താ? കോൺഗ്രിഗേഷൻ ഓഫ് മദേഴ്സ് കാർമൽ. എന്താണ്? കോൺഗ്രിഗേഷൻ ഓഫ് മദേഴ്സ് കാർമൽ. അപ്പൊ CMI സ്ഥാപിച്ചത് പുരുഷന്മാർക്ക് വേണ്ടിയാണ്. ആരാണ്? ചാവറയച്ചനാണ്. CMC സ്ഥാപിച്ചതും ചാവറയച്ചനാണ്. അത് സ്ത്രീകളുടെ സഭയാണ് അല്ലെ? കന്യാസ്ത്രീ മഠമാണ് കേട്ടോ. ഇനി കേരളത്തിൽ സ്ഥാപിച്ച അച്ചടിശാല ഉണ്ട്. അതിനറിയപ്പെടുന്നത് സെന്റ് ജോസഫ് പ്രസ് ആണ്. എന്താണ്? സെന്റ് ജോസഫ് പ്രസ്. എവിടെ സ്ഥാപിച്ചു എന്ന് വെച്ചാൽ മന്നാനത്ത് കേട്ടോ. മന്നാനത്ത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. മറ്റു പ്രസ്സുകളൊക്കെ സ്ഥാപിച്ച മുമ്പ് വന്ന പ്രസ്സുകളൊക്കെ 3ാമത്തെ പ്രസ്സാണ് കേരളത്തിലെ കേട്ടോ. കേരളത്തിലെ 3ാമത്തെ പ്രസ്. മറ്റു 2 പ്രസ്സും മറ്റേ വിദേശീയരെയൊക്കെ സഹായിച്ച് അവിടെ നിന്ന് മെഷീനും അതിൻ്റെ അനുബന്ധ വസ്തുക്കളും കൊണ്ടുവന്നതാണ്. ഓക്കെ, ഇതും അങ്ങനെ തന്നെയാണ്. പക്ഷേ വിദേശിയുടെ സഹായമില്ലാതെ പ്രവർത്തിച്ചു വന്ന സ്ഥാപിച്ച ആദ്യത്തെ പ്രസ് എന്ന് വെച്ചാൽ സെന്റ് ജോസഫ് പ്രസ് ആണ് കേട്ടോ. സെന്റ് ജോസഫ് പ്രസ് ആണ്. ഓക്കെ, ഇവിടെ നിന്ന് ആദ്യമായിട്ട് പുറത്തിറങ്ങിയ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. ഏതാണ്? ജ്ഞാനപീയൂഷം. അപ്പൊ സെന്റ് ജോസഫ് പ്രസ്സിൽ നിന്ന് പുറത്തിറങ്ങിയ ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. നസ്രാണി ദീപിക കേട്ടിട്ടുണ്ടോ? ഏത് വർഷം? 1887. ഇത് സ്ഥാപിച്ചതാരാ? അല്ല, സ്ഥാപകൻ നിധിയിരിക്കൽ മാണിക്കത്തന. നസ്രാണി ദീപിക സ്ഥാപിച്ചത് നിധിയിരിക്കൽ മാണിക്കത്തന. ഈ പത്രം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് സെന്റ് ജോസഫ് പ്രസ്സിൽ നിന്നാണ്. ഈ പറഞ്ഞില്ലേ പ്രസ്, ഇവിടെ നിന്നാണ് ആദ്യമായി പുറത്തിറങ്ങിയത്. ഈ പത്രം പ്രസിദ്ധീകരിച്ച ഇവിടെ നിന്നാണ്? സെന്റ് ജോസഫ് പ്രസ്സിലാണ്. ഓക്കെ, 1887 ഏത് പത്രം? ദീപിക പത്രം. നസ്രാണി ദീപിക പുറത്തിറങ്ങി. അപ്പൊ അതിന്റെ സ്ഥാപകനാരാണ്? നിധിയിരിക്കൽ മാണിക്കം. ഇനി ചാവറയച്ചൻ സ്ഥാപിച്ച 2 സംഘടനകൾ പറയാം. 2 ഒന്ന് CMI പറഞ്ഞല്ലേ, ഒന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി അമലോത്ഭവ ദാസ സംഘം. ഏതാണ്? അമലോത്ഭവ ദാസ. പിന്നെ പഴയ ഞാൻ ഒരു പുസ്തകത്തെ കണ്ടിട്ട് വാഴത്തട വിപ്ലവം നയിച്ചായിരുന്നു വെച്ചാൽ ചാവറയച്ചൻ. അപ്പൊ അമലോത്ഭവ ദാസ സംഘവും വാഴത്തട വിപ്ലവവും. ഓക്കെ, ഇത് നോക്കിയോ. പള്ളിയോടൊപ്പം പള്ളിക്കൂടം. നമ്മൾ ഇന്ന് കാണുന്നില്ലേ, ക്രൈസ്തവ പള്ളിയോടൊപ്പം ചേർന്ന ഒരു സ്കൂൾ ഉണ്ടാവും. അതിന് തുടക്കം കുറിച്ചത് ചാവറയച്ചൻ. പള്ളിയോടൊപ്പം പള്ളിക്കൂടം. പിന്നെ ഉച്ചക്കഞ്ഞി സമ്പ്രദായം. സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി സമ്പ്രദായം. പിന്നെ പിടിയേരി സമ്പ്രദായം. അതായത് അന്ന് ഭക്ഷണം ഇല്ലാത്ത വീട്ടുകാർക്ക് സ്കൂളിൽ മറ്റ് ആഹാരമുള്ളവരെ കൊണ്ട് എന്ത് ചെയ്യുന്നു? കുറച്ച് അരികൾ വീതം വാങ്ങിക്കും കേട്ടോ. അങ്ങനെ ദാരിദ്ര്യമുള്ള വീടുകളിലേക്ക് എന്ത് ചെയ്യും? കൊടുത്തേക്കും. അതാണ് പിടിയേരി സമ്പ്രദായം. അപ്പോൾ ഉച്ചക്കഞ്ഞി സമ്പ്രദായം, പിടിയേരി സമ്പ്രദായം, പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം പ്രചരിപ്പിച്ചു. ഇതൊക്കെ ആരാണ്? ചാവറയച്ചനാണ്. ഓക്കെ, ഇനി അന്തരിച്ചത് 1871. എവിടെയെന്ന് വെച്ചാൽ കൂനന്മാവ്. 1871 കൂനന്മാവിലാണ് അന്തരിച്ചത്.
കേട്ടോ. ഇത് അടക്കം ചെയ്തിരിക്കുന്ന മന്നാനത്താണ് കേട്ടോ, സെന്റ് ജോസഫ് പള്ളിയിലാണ്. സെന്റ് ജോസഫ് പള്ളി മന്നാനത്താണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഇനി ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് കേട്ടോ. ഏത് വർഷം? 1986. 1986. ഇനി വിശുദ്ധനായി പ്രഖ്യാപിച്ചത് അത് ഇതിന് മുമ്പത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ. ആരാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പ. ഏത് വർഷം? 2014. അപ്പോൾ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് 1986. വിശുദ്ധനായി പ്രഖ്യാപിച്ചത് 2014. ഡേറ്റോട് വേണമെങ്കിൽ പിടിച്ചോ. 2014 നവംബർ 23. 2014 നവംബർ 23 ഈ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു വനിതയും കൂടെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഏവ് പ്രാസിയാമ. ആരാണ്? ഏവ് പ്രാസിയാമ. അപ്പൊ ചാവറയച്ചനെയും ഏവ് പ്രാസിയാമയും എന്തായിട്ട് ഉയർത്തി? വിശുദ്ധനായി അല്ലേ? 2014 നവംബർ 23. ഇനി ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ചാവറയച്ചൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. 1987 കേട്ടോ. 1987 ഡിസംബർ 20-നാണ്. 1987 ഡിസംബർ 20-നാണ്. ഓക്കെ, കൃതികളൂടെ പറയാം. ശ്രദ്ധിച്ചോ, ഒന്ന് പറഞ്ഞാൽ മതി. ആത്മാനുതാപം. എന്താണ്? ആത്മാനുതാപം. അനസ്താസിയയുടെ രക്തസാക്ഷ്യം. എന്താണ്? അനസ്താസിയയുടെ രക്തസാക്ഷ്യം. നളാഗമങ്ങൾ. പറ. നളാഗമങ്ങൾ. ധ്യാനസല്ലാപങ്ങൾ. നല്ല അപ്പന്റെ ചാവറുകൾ. ഏതൊക്കെയാണ്? നല്ല അപ്പന്റെ ചാവറുകൾ. ഒന്നുകൂടെ പറയാം, പറഞ്ഞോ. ആത്മാനുതാപം, അനസ്താസിയയുടെ രക്തസാക്ഷ്യം, നളാഗമങ്ങൾ, ധ്യാനസല്ലാപങ്ങൾ, നല്ല അപ്പന്റെ ചാവറുകൾ. ഇതൊക്കെ ഓർത്ത് വെച്ചിരുന്നത്. ആത്മാനുതാപം, അനസ്താസിയയുടെ രക്തസാക്ഷ്യം, ധ്യാനസല്ലാപം, നളാഗമങ്ങൾ, പിന്നെയുണ്ട് മരണ വീട്ടിൽ പാടാനുള്ള പാന, ഭക്തിയില്ലാത്ത പട്ടക്കാരന്റെ മരണം, 40 മണികളുടെ ക്രമം, കനോന നമസ്കാരം, നല്ല അപ്പന്റെ ചാവരുകൾ. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പം ചാവറയച്ചനെ നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചെന്നാ 1986 അല്ലേ? ഫെബ്രുവരി 8-നാണ്. ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച് നവംബർ 23 അല്ലേ? ചാവറയച്ചൻ ജനിച്ചത് 1805 ഫെബ്രുവരി 10. പറഞ്ഞില്ലേ? പറഞ്ഞു. 1805 ഫെബ്രുവരി 10 ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണെന്ന് പറഞ്ഞു അല്ലേ? ചാവറയച്ച ഒരു പ്രസ് സ്ഥാപിച്ചല്ലോ, സെന്റ് ജോസഫ് പ്രസ്. ഇവിടെ നിന്നുള്ള ആദ്യ പുസ്തകമാണ് ഏത്? ജ്ഞാനപീയൂഷം. ഇവിടെ നിന്നൊരു പത്രം പുറത്തിറങ്ങി പറഞ്ഞല്ലോ, നസ്രാണി ദീപി. ഇതിന്റെ പ്രത്യേകത വേറൊന്ന് പറഞ്ഞല്ലോ, വിദേശികളുടെ സഹായമില്ലാതെ തുടങ്ങിയ ആദ്യത്തെ പ്രസ്സാണെന്ന് പറഞ്ഞു അല്ലേ? ഒരു സംഘടന സ്ഥാപിച്ചു, CMI, കാർമലറ്റ് മാരി ഇമ്മാക്കുലേറ്റ്. ഒരു വനിതാ സംഘടന അല്ലെ, ഒരു സന്യാസിനി മഠം, CMC അല്ലെ, കോൺഗ്രിഗേഷൻ ഓഫ് മദേഴ്സ് കാമ. വേറൊരു സംഘടന അമലോത്സവ ദാസ സംഘം. എന്താണ്? അമലോത്സവ ദാസ സംഘം. ഒരു വിപ്ലവം പറഞ്ഞല്ലോ, വാഴത്തട വിപ്ലവം. ഏതാണ്? വാഴത്തട. 1-2 ആശയങ്ങൾ പറഞ്ഞു. പള്ളിയോടൊപ്പം പള്ളിക്കൂടം, ഉച്ചക്കഞ്ഞി സമ്പ്രദായം, പിടിയേരി സമ്പ്രദായം. അപ്പൊ പള്ളിയോടൊപ്പം പള്ളിക്കൂടം, ഉച്ചക്കഞ്ഞി സമ്പ്രദായം, പിടിയേരി സമ്പ്രദായം. അപ്പൊ കേരളത്തിന്റെ സാക്ഷരതയുടെ പിതാവാണ് ആര്? കാലത്തിന് മുന്നേ നടന്ന നവോത്ഥാന നായകനാണ് ആര്? ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ?